നമസ്കാരം. കൃഷി ദർശനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ശാന്തിഗിരിയുടെ ഔഷധ സസ്യ കലവറയായ ഹെർബൽ ഗാർഡനിലാണ്. കൃഷി എന്ന് പറഞ്ഞാൽ കേവലം പച്ചക്കറി ഉൽപാദനം മാത്രമല്ല, അതിലുപരി ആരോഗ്യ പരിപാലനത്തിൽ ഊന്നിയുള്ള ഔഷധ സസ്യങ്ങളുടെ നിർമ്മാണവും പരിപാലനവും കൂടിയാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഔഷധ സസ്യങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം വളരെ കുറവാണ്. വളരെ ചെറിയ പരിചരണത്തോടുകൂടി വീട്ടുവളപ്പിൽ തന്നെ ഇത്തരം ഔഷധ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ഒപ്പം പരിപാലിക്കുകയും നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടുവളപ്പിൽ നട്ടുവളർത്താവുന്ന ഔഷധ സസ്യങ്ങളെ പരിചയപ്പെടാം. ഇത് ശാന്തിഗിരിയിലെ ഹെർബൽ ഗാർഡൻ. ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജിന് ചുറ്റുമുള്ള 10 ഏക്കർ സ്ഥലത്താണ് ഹെർബൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത്. ഇത് ചെറുവാപ്പനച്ച. വീടുകളിൽ വളർത്തിയെടുക്കേണ്ട ഔഷധ ചെടിയാണ് ചെറുവാപ്പനച്ച. ഇതിന്റെ ഇല, തണ്ട്, വേര് ഇവ മാവിന്റെ ഇല ചേർത്ത് തിളപ്പിച്ച് ആ വെള്ളം വായിൽ നിർത്തുന്നു. മോണപഴുപ്പ്, പല്ലുവേദന, കവിളിലെ പൊള്ളൽ തുടങ്ങി നിത്യേന വായിലുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള ഉത്തമ പ്രതിവിധിയാണിത്. ഇത് സാധാരണ കണ്ടുവരാറുള്ള വയമ്പല്ലേ? അതെ, വയമ്പാണ്. ഈർപ്പമുള്ള മണ്ണ് അല്ലെങ്കിൽ ജലാംശം കൂടുതലുള്ള മണ്ണിൽ സാധാരണ വളരുന്ന ഒരു ചെടിയാണ്, ഔഷധ ചെടി തന്നെയാണ് വയമ്പെന്ന് പറയുന്നത്. വയമ്പിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇലയോടൊപ്പം തന്നെ കിഴങ്ങുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. കിഴങ്ങിന് പ്രത്യേകമായ ഒരു മണം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ പ്രധാനപ്പെട്ട് വളർത്തേണ്ട ഒരു ചെടി തന്നെയാണ് വയമ്പ്. ദശപുഷ്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടി തന്നെയാണ് ചെറുള എന്ന് പറയും. വെള്ള പുഷ്പങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഘടകം. ഈ വെള്ള പുഷ്പം കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, നമ്മുടെ മൂത്രാശയ കല്ലിന് സമാനമായ അതേ രൂപത്തിൽ തന്നെയാണ് ഇതിൻ്റെ പൂക്കളും. അതുകൊണ്ട് മൂത്രാശയ കല്ലിന് ഇതിൻ്റെ മരുന്ന്, ഇതിൽ നിന്ന് ചെയ്തെടുക്കുന്ന മരുന്നുകൾ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുണ്ട്. തെങ്ങിൻ്റെ തടത്തിലും അതുപോലുള്ള സ്ഥലങ്ങളിലും സാധാരണമായി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അധിക വളങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പരിരക്ഷയോ ഒന്നും തന്നെ ഈ ചെടിക്ക് ആവശ്യമില്ല. സാധാരണഗതിയിൽ ഇത് താനേ വളരുന്ന ചെടിയാണോ, അത് പ്രത്യേക ഈ മലമ്പ്രദേശങ്ങളിലോ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടോ ഇത് വളരുന്നതിന്? ഇത് വളരുന്ന മണ്ണ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ചുവന്ന മണ്ണ് കൂടുതലുള്ള ഭാഗത്ത് ഇത് വളരുന്നതാണ്. പ്രത്യേക പരിരക്ഷയൊന്നും വേണ്ട. തെങ്ങിൻ തടങ്ങളിലും മറ്റ് സാധാരണ ഇടങ്ങളിലെല്ലാം തനിയെ വളരുന്ന ഒരു ചെടിയാണ്, ഔഷധ സസ്യം തന്നെയാണ്. ബലിപ്പൂവെന്നും ഇതിന് പറയും. ഇതിൻ്റെ പൂക്കളെല്ലാം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, വെളുത്ത പുഷ്പങ്ങളാണ്. ഇത് എന്തൊക്കെ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്? ഇത് പ്രധാനമായിട്ടും നമ്മൾ മൂത്രാശയ രോഗങ്ങൾക്ക്, സ്ത്രീകൾക്ക് വരുന്ന മൂത്രാശയ രോഗങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വൃക്കകളിൽ രൂപപ്പെട്ട് വരുന്ന കല്ലുകൾക്കും ഇത് വലിയൊരു ദിവ്യ ഔഷധം തന്നെയാണ്. നമ്മൾ നിഴലിലോ അല്ലെങ്കിൽ വെയിലത്തോ ഇത് ഉണക്കി നമ്മൾ പൊടിച്ച് ഇളനീരിൽ ചേർത്തിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മൂത്രാശയ കല്ല് പൊടിഞ്ഞ് മൂത്രത്തിലൂടെ വരുന്നതായിട്ട് കാണുന്നു. സാധാരണ കുഞ്ഞുങ്ങളുള്ള വീടുകളെല്ലാം തന്നെ പ്രധാനപ്പെട്ടവയായി നമ്മൾ ചെയ്തെടുക്കേണ്ട അല്ലെങ്കിൽ കൃഷി ചെയ്തെടുക്കേണ്ടത് ഒരു സസ്യം തന്നെയാണ് പനിക്കൂർക്ക. അത് ഏത് രീതിയിലുള്ള കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളായിക്കോട്ടെ, അത് ദഹനപരമായ അസുഖങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ശ്വാസകോശ രീതിയിലുള്ള എന്തെങ്കിലും അസുഖങ്ങളായിക്കോട്ടെ, ഇത് വാട്ടിപ്പിഴിഞ്ഞ നീരിൽ സമം തേൻ ചേർത്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതുമാത്രമല്ല, ഇതിൽ നമ്മൾ സംസ്കരിച്ചെടുത്ത എണ്ണകൾ, കാച്ചിയെടുത്ത എണ്ണകൾ നമ്മൾ തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കുണ്ടാകുന്ന നീരിറക്കം പോലുള്ള, തുമ്മൽ, ജലദോഷം പോലുള്ള എല്ലാ തരം വ്യാധികൾക്കും വളരെയധികം നല്ല ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. കൂടാതെ കുട്ടികൾക്കുണ്ടാകുന്ന വിരശല്യത്തിനും ഇത് സമം തേനോട് ചേർത്ത് കൊടുക്കാറുണ്ട്. കയ്യോന്നിയിൽ ഒരുപാട് ഇനമുണ്ട്. അതിൽ
മഞ്ഞ കയ്യോന്നിയും വെള്ള കയ്യോന്നിയാണ് സാധാരണ എല്ലാ ഇടങ്ങളിലും വളരാറുള്ളത്. ഇതിൽ മഞ്ഞ കയ്യോന്നിയിൽ സ്വർണ്ണം അടങ്ങിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇതുപോലുള്ള ചെടികൾ നമ്മൾ വീട്ടുവളപ്പിൽ അധികം ശ്രദ്ധയില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ഉണക്കി പൊടിച്ചിട്ട് നിഴലിൽ അല്ലെങ്കിൽ വെയിലത്ത് അധിക ദിവസമില്ലാതെ ഉണക്കി പൊടിച്ചതിന് ശേഷം യുക്തമായ അനുപാനം അല്ലെങ്കിൽ ഇളനീര്, തേൻ പോലുള്ളവ ചേർത്ത് 41 ദിവസം കഴിച്ചാൽ ത്വക്കിന് നിറവും കാന്തിയും ലാവണ്യവും ഉണ്ടാവുമെന്ന് ഋഷിമാർ പറയുന്നുണ്ട്. അത് തന്നെയല്ല, ഇത് കരൾ രോഗത്തിന് ഏറ്റവും നല്ല ഒരു ഔഷധി തന്നെയാണ് കയ്യോന്നി. കയ്യോന്നിയിൽ കാച്ചിയെടുത്ത എണ്ണ തലമുടി വളരുവാൻ വളരെയധികം പ്രസിദ്ധമാണ്. ഔഷധ സസ്യങ്ങളിൽ എല്ലാം തന്നെ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കാൻ, നമ്മുടെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് പൊന്നാങ്കണ്ണി ചീര, പൊന്നാങ്കണ്ണി കീര എന്നും പറയും. ഇത് ചീര വകുപ്പിൽ വരുന്ന ഒരു സസ്യമാണ്. സസ്യത്തിനുപരി ഒരു ഭക്ഷണം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനമായ ഘടകമാണ് വിറ്റമിൻ എ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ സത്ത്. ഇവയെല്ലാം ധാരാളമായി അടങ്ങുന്ന ഈ ചീര നമ്മൾ പാകം ചെയ്തിട്ടാണ് സാധാരണ കഴിക്കാറ്. ഇത് കഴിക്കുന്നതിനൊരു മുറ തന്നെയുണ്ട് ഋഷിമാർ പറഞ്ഞിട്ടുള്ളത്. ഇത് നെയ്യിൽ വറുത്ത് ഉപ്പ് ചേർക്കാതെ 41 ദിവസം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വ്യാധികൾക്കും വളരെയധികം സിദ്ധി ഈ ചീരയ്ക്കുണ്ടെന്നാണ് വിശ്വാസം. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ധനസഹായത്തോടുകൂടി ആരംഭിച്ച ഒരു ഔഷധ സസ്യ തോട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ പ്രധാനമായും 2 ഗ്രീൻ ഹൗസുകളാണുള്ളത്. അതിനകത്ത് ഒന്നിൽ തന്നെ UV ചേമ്പറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ UV ചേമ്പറിലാണ് നമ്മൾ ആദ്യം സീഡ്ലിങ്സിൻ്റെ പ്രൊഡക്ഷനും സീഡ്സ് പ്രൊഡക്ഷനും എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സീഡ് മുളച്ച് വരുന്ന തൈകൾ അതിന് 3 ദിവസം കഴിഞ്ഞ് ഗ്രീൻ ഹൗസിലോട്ടാക്കിയിട്ട് അവിടെ നിന്ന് ഒരാഴ്ചയുള്ള വളർച്ചയോടെ കഴിഞ്ഞിട്ട് പുറത്ത് ആക്കി നടുകയാണ് ചെയ്യുന്നത്. അത് മാതൃവൃക്ഷമായിട്ട് നമ്മളിവിടെ സൂക്ഷിക്കുന്നു. ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന ഇലകളും അതിൽ നിന്ന് വരുന്ന ബാക്കി റോ മെറ്റീരിയൽസ് എല്ലാം നമ്മളിവിടെ ആയുർവേദത്തിൽ പ്രൊഡക്ഷന് വേണ്ടി, മരുന്നുണ്ടാക്കാൻ വേണ്ടി പലതിനും ഉപയോഗിക്കാറുണ്ട്. ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്ന് നമുക്ക് ഇതിൽ 50% സബ്സിഡിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മളിവിടെ ആയുർവേദ ഹോസ്പിറ്റലും സിദ്ധ ഹോസ്പിറ്റലും ഉണ്ട്. അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ള കിഴിക്കുള്ള മരുന്നിന് ഉപയോഗിക്കുന്ന പച്ചില മരുന്നുകൾ അതെല്ലാം ഇവിടെ നിന്ന് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് കൂടാതെ പുറത്തുള്ള ആവശ്യങ്ങൾക്കും പുറത്തുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവർക്കും നമ്മൾ നൽകുന്നുണ്ട്. കറ്റാർവാഴ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ വീട്ടിൽ. ഒരുപാട് ഇനങ്ങളുണ്ട്. അതിലിപ്പോൾ വെള്ള കറ്റാർവാഴയും കരിങ്കറ്റാർവാഴ, ചെങ്കറ്റാർവാഴ, ഒരുപാട് ഇനങ്ങളുണ്ട്. ഇതിന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധികം വെള്ളമുള്ള സ്ഥലത്ത് ഇത് വളർത്താൻ പാടില്ല. കാരണം ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള അവസ്ഥയുണ്ട്. തണ്ടിലെല്ലാം വെള്ളം വെച്ച്. അത് കാരണം വെള്ളം അധികമില്ലാത്ത അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ മണ്ണിൽ നമ്മളിത് വളർത്തിയെടുക്കണമെന്നാണ്. കാരണം അതിൻ്റെ സ്വാഭാവികമായ ഒരു ഈർപ്പം അതിൻ്റെ തണ്ടിലുണ്ട്. അതിൻ്റെ പൾപ്പ് എന്ന് പറയും. അതിൽ വെള്ളാംശം സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് പ്രകൃതി തന്നെ അതിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം അധികം നമ്മളിതിന് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ കറ്റാർവാഴയുടെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഗർഭാശയമായിട്ടുള്ള പ്രകൃതി തന്നെ നമുക്ക് ഏതൊക്കെ രോഗങ്ങൾക്കാണ് ഇന്ന ചെടി ഉപയോഗിക്കണം, ഇന്ന അവയവങ്ങൾക്ക് വരുന്ന രോഗങ്ങൾക്ക് ഇന്ന ചെടി ഉപയോഗിക്കണമെന്ന് പ്രകൃതി തന്നെ നമ്മൾ പഠിപ്പിച്ചു തരാറുണ്ട്. നമ്മൾ ഇലയുടെ ആകൃതി അല്ലെങ്കിൽ തണ്ടിൻ്റെ ആകൃതി, തണ്ടിൻ്റെ പൂവിൻ്റെ നിറം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. ആ കറ്റാർവാഴയുടെ ആ ഒരു ആകൃതി തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു യൂട്രസിൻ്റെ അല്ലെങ്കിൽ ഗർഭാശയത്തിൻ്റെ ഒരു ആകൃതി, ഷേപ്പ് വരുന്നുണ്ട്. അതുപോലെ അണ്ടാശയത്തിൽ നിന്ന് വരുന്ന ആ അണ്ടം എടുക്കുന്ന ഒരു ഭാഗത്തിന് ഫിംബ്രിയ എന്ന് പറയും. ആ ഫിംബ്രിയയുടെ രൂപമായിട്ട് ഈ കറ്റാർവാഴയ്ക്ക് നല്ല സാമ്യമുണ്ട്. അതുകൊണ്ട് അണ്ടാശയമായ ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും അതുപോലെ ഗർഭാശയമായ ബന്ധപ്പെട്ട എല്ലാ സ്ത്രീരോഗങ്ങൾക്കും സ്ത്രീ വന്ധ്യതയ്ക്കും ഈ കറ്റാർവാഴയിൽ നിന്ന് ചെയ്തെടുക്കുന്ന മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കുമാരി ആസവം, കുമാരി ലേഹ്യം പോലുള്ളത് വളരെ പ്രസിദ്ധമായ ആയുർവേദ സിദ്ധ മരുന്നുകളാണ് കറ്റാർവാഴയിൽ നിന്ന് ചെയ്തെടുക്കുന്നത്. ഇതിൽ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഭക്ഷണ പദാർത്ഥമായും കറ്റാർവാഴ ഉപയോഗിക്കാൻ പറ്റും. വീട്ടമ്മമാരിത് വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പൾപ്പ്, ഞാൻ പറഞ്ഞ ആ ഈർപ്പമുള്ള ഭാഗം നമ്മൾ ഉണക്കി വറ്റലായി ഉപ്പിലിട്ട് വെച്ച് ദിവസവും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കാന്തിയും മുടിക്ക് നല്ല ശക്തി മെഡിസിൻ തന്നെയാണ് കറ്റാർവാഴ.
വാണിജ്യാടിസ്ഥാനത്തിൽ വീടുകളിലും കൃഷി ചെയ്യാവുന്ന ഔഷധ സസ്യമാണ് നീരുവറ്റിക്കിഴങ്ങ്. വളരെ പെട്ടെന്ന് കായ്ക്കുന്ന ഈ ചെടിയുടെ കിഴങ്ങാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ചെറു ഉള്ളിയുടെ ആകൃതിയിലാണ് ഇതിൽ കിഴങ്ങ് കായ്ക്കുന്നത്. മുട്ടുവേദന, കാലിലെ നീര് തുടങ്ങിയവയ്ക്ക് ഉത്തമമാണ് ഈ കിഴങ്ങ്. കൊമ്പരമരളെന്ന ഈ ഔഷധച്ചെടി വളരാൻ ധാരാളം വെള്ളം ആവശ്യമാണ്. ഇതിലെ തണ്ടിന്റെ ചാറ് ചെവിയുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കുമുള്ള ഉത്തമ പ്രതിവിധിയാണ്. മുത്തങ്ങ അല്ലെങ്കിൽ കോരക്കിഴങ്ങ് സാധാരണ ബാലരോഗങ്ങൾക്ക് വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരു ഔഷധ ചെടി തന്നെയാണ്. ഇതിൻ്റെ കിഴങ്ങാണ് നമ്മളധികം ഉപയോഗിക്കാറുള്ളത്. ഈ കിഴങ്ങ് നമ്മൾ പാലിൽ വേവിച്ച് കുട്ടികൾക്ക് സാധാരണ കഫരോഗങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കഫരോഗങ്ങൾക്ക് മാത്രമല്ല, ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കും വർദ്ധിപ്പിക്കുവാൻ ഇത് കുഞ്ഞുങ്ങൾക്ക് നിരന്തരമായി കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. കുട്ടികൾക്കുണ്ടാകുന്ന അജീർണം, അതായത് ദഹനക്കേട്, ഭക്ഷ്യവിഷബാധ കൊണ്ടുവരുന്ന വയറിളക്കം എന്നിവയ്ക്കും നല്ലൊരു മരുന്ന് തന്നെയാണ് മുത്തങ്ങ. രാമച്ചൻ നമുക്ക് സാധാരണ വീട്ടുവളപ്പിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സസ്യം തന്നെയാണ്. ഇതിൻ്റെ വേര് നമ്മൾ ഉണക്കി വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. രാമച്ചം പ്രസിദ്ധമായ ഒരു പിത്തരോഗ ചികിത്സയിലെ ഏറ്റവും പ്രസിദ്ധമായ മരുന്ന് തന്നെയാണ് രാമച്ചം. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുവാൻ രാമച്ചത്തിന് പ്രത്യേകമായ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇത് കഷായം വെച്ചോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചോ നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ കുടിക്കാൻ പറ്റുന്നതാണ്. ത്വക്ക് രോഗം, അതുപോലുള്ള പൈത്തികമായ എല്ലാ വികാരങ്ങളും, ശരീര ഉഷ്ണം, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾക്കെല്ലാം വളരെ അധികം ഗുണം നൽകുന്നതാണ് രാമച്ചം. മറ്റെല്ലാ ഔഷധ സസ്യങ്ങളെക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ സംരക്ഷണം വേണ്ടുന്ന ഒന്നാണ് അരൂത. നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു ചെടിയാണ് അരൂത. കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാതരം ബാലഗ്രഹ ദോഷങ്ങൾ അല്ലെങ്കിൽ ബാലപീഡകൾക്കെല്ലാം സാധാരണ പഴമക്കാർ ഇതിൻ്റെ ചാറ് ഇടിച്ച് പിഴിഞ്ഞ് സമം തേനും ചേർത്ത് കൊടുക്കാറുണ്ട്. കൂടാതെ അതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളത്തിൽ കുട്ടികളെ കുളിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന തറയിൽ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ചെടികൾ, ഇതിനെ നമ്മൾ കുടങ്ങലെന്നാണ് പറയാം. സാധാരണ പ്രത്യേക ഒരു അന്തരീക്ഷമൊന്നും വേണ്ട, എവിടെയും പടർന്ന് നിൽക്കും. പ്രത്യേക ജലാംശം ഉള്ള കൂടുതലുള്ള സ്ഥലത്താണ് നമ്മളിത് വളർത്തുന്നത്. ബ്രഹ്മി, കുടങ്ങൽ, വയമ്പ് ഇതെല്ലാം ജലാംശം കൂടുതലുള്ളിടത്ത് വളരുന്ന ചെടിയാണ്. ഇതിൻ്റെ ഇലകൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും. ഒരു പ്രത്യേകത തന്നെയുണ്ട്. തലച്ചോറുമായി ഒരു രൂപം വളരെയധികം സാദൃശ്യമുള്ള ഒരു ഇലയാണ്. അപ്പോൾ തലച്ചോറുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖത്തിനും നമ്മൾ ഈ കുടങ്ങൽ ഉപയോഗിക്കാറുണ്ട്. എസ്പെഷ്യലി കുട്ടികൾക്ക് വരുന്ന ഫിറ്റ്സ്, വിറയൽ, അങ്ങനെയുള്ള ഉന്മാദ രോഗങ്ങൾക്കും അങ്ങനെയുള്ള അപസ്മാര രോഗങ്ങൾക്കും തലച്ചോറ് ബന്ധപ്പെട്ട ക്ഷതങ്ങൾ, തലയിടിച്ചൊക്കെ വീണിട്ടുണ്ടാവും. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും രക്തമൊക്കെ തലച്ചോറിൽ കെട്ടി ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ടാവും. അതിനൊക്കെ നമ്മൾ കുടങ്ങലാണ് മർമ്മക്ഷതങ്ങൾക്ക് ഔഷധമായിട്ട് നമ്മൾ കുടങ്ങൽ പാല് ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു ചികിത്സ തന്നെയുണ്ട്. ഈ കുടങ്ങലിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന അൾസേഴ്സിന് സമയം തെറ്റിയൊക്കെ ആഹാരം കഴിച്ചിട്ട് വയറ്റിൽ പുണ്ണുകളുണ്ടാവും. അതിന് ഗ്യാസ്ട്രിക് അൾസർ അല്ലെങ്കിൽ പെപ്റ്റിക് അൾസർ എന്നൊക്കെ പറയും. ഇതുപോലെ അൾസറിന് നമ്മൾ ഈ കുടങ്ങൽ വലിയൊരു ദിവ്യ ഔഷധം തന്നെയാണ്. ഒരു 41 ദിവസം ഇത് നമ്മൾ അരച്ച്, ഒന്നെങ്കിൽ അത് ചമ്മന്തി ആയിട്ട് അരച്ച് കഴിക്കുക, അല്ലെങ്കിൽ ഇത് ഉണക്കി പൊടിച്ച് പാല് ചേർത്ത് കഴിക്കാം. പാല് ചേർത്ത് കഴിച്ചാൽ കുടലുള്ള വ്രണങ്ങൾ പെട്ടെന്ന് തന്നെ ഭേദപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലെ വീട്ടമ്മമാർ അവരുടെ കൃഷിത്തോട്ടങ്ങളിലും പരിസരങ്ങളിലും എല്ലാം പച്ചക്കറി സാധാരണമായി നടുന്നുണ്ട്. എന്നാൽ ഔഷധ സസ്യങ്ങൾ വളർത്തുന്നതിന് അവർ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതേവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ഔഷധ സസ്യങ്ങളും വളരെ ലളിതമായി അധികം സംരക്ഷണം കൂടാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിലൊരു ഡോക്ടർ ഉള്ളതുപോലെ തന്നെയാണ് ചെറിയ ചെറിയ അസുഖങ്ങൾക്കെല്ലാം തന്നെ ഈ ഔഷധ സസ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ഇതിന് നല്ലൊരു വിപണന മൂല്യവും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ കണ്ട ഔഷധ സസ്യങ്ങളെല്ലാം തന്നെ വീട്ടുവളപ്പിലും മട്ടുപ്പാവിലുമായി പച്ചക്കറി കൃഷിയോടൊപ്പം ഇടവേള കൃഷിയായി പരീക്ഷിക്കാവുന്നതാണ്.
ഇതിനുള്ള വിപണിയും ഏറെയാണ്. ഇത് കേരളത്തിലെ വീട്ടമ്മമാർക്ക് മികച്ചൊരു മാതൃകയാകട്ടെ.